നോർമൽ കസ്റ്റമേഴ്സ് ഒരു തോട്ടം എന്ന് വെച്ചാൽ കൂടുതൽ ടയർ കട്ടയുള്ള ടയർ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈഫ് കിട്ടുന്നുള്ളതാണ്. ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റബ്ബർ ഉള്ള ടയർ ലൈഫ് ടെക്നിക്കലി കുറവായിരിക്കും. റബ്ബർ കൂടുമ്പോൾ ലൈഫ് കുറയും. റബ്ബർ കുറയുമ്പോൾ അതനുസരിച്ച് ലൈഫ് കൂടുതലും ഉണ്ടാവും. കാർ ടയറിൽ എന്ന പോലെ ഒരുപാട് മിത്സ് ഉള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ് നമ്മുടെ ഈ ടൂ വീലർ സെഗ്മെന്റും. ഇവിടത്തെ മിത്സ് എന്തൊക്കെയാ ടൂ വീലറിൽ നമുക്ക് പല സൈസ് പല പാറ്റേൺസിലുണ്ട്. ഇത് നമുക്ക് റോളിംഗ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഓൺ റോഡ് സെറ്റ് പാറ്റേൺ ആണ് വരിക. ഓൺ റോഡ്, ഓഫ് റോഡ്, മിഡിൽ, അതായത് രണ്ടും പറ്റുന്ന ടൈപ്പ് ടയേഴ്സും വരുന്നുണ്ട്. ഇത് പ്യൂർ ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള ടയറാണ്. ഇത് പ്യൂർ ഓഫ് റോഡ് കാരണം റോഡ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ബൈപ്പാസ് പോലത്തെ റോഡുകളും അതുപോലെ ആയിരിക്കും ഇടുക്കി ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റോഡ്സ് വളരെ കുറവാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു ടയറുകൾ കൂടുതൽ റബ്ബർ ഉള്ള ടയറുകൾ ഇറക്കുന്നത്. അപ്പൊ അവർ ഗ്രിപ്പ് ചെയ്യാനും അവർ കംഫർട്ട് കൂട്ടാനുമാണ്. ഇതെന്ന് പറഞ്ഞാൽ പക്ക റോഡിൽ ഓടാൻ വേണ്ടി മാത്രമാണ് ഈ ടയർ ഓടുന്നത്. ഇതിന് ടയർ ലൈഫിലും വ്യത്യാസം ഉണ്ടാവും. നോർമൽ കസ്റ്റമേഴ്സ് ഒരു തോട്ടം എന്ന് വെച്ചാൽ കൂടുതൽ കട്ടയുള്ള ടയർ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈഫ് കിട്ടുന്നുള്ളതാണ്. ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ റബ്ബർ ഉള്ള ടയർ ലൈഫ് ടെക്നിക്കലി കുറവായിരിക്കും. ഹീറ്റ് ജനറേറ്റ് ആവുമ്പോൾ പെട്ടെന്ന് ഹീറ്റ് കൂടും, അത് പെട്ടെന്ന് തേയ്മാനം ഉണ്ടാവും. അപ്പൊ ഇതൊരു ടൂ വീലറിൽ നമ്മൾ അറിയാത്ത, സത്യം പറഞ്ഞാൽ ഗുരുവിനെ അറിയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച്.